പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാട്ടോ. അപ്പോൾ ഈ ഷേപ്പൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, നമുക്കതിൻ്റെ പുറം ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തിയിലേക്ക് മാവില്ല അതിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവിൻ്റെ രൂപത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുകയാണ്. നല്ല സോഫ്റ്റ് ആവണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ അതൊന്ന് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു മീഡിയം സവാള ഇങ്ങനെ നന്നായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഒരു പാതി വഴണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാബേജ്, ഏകദേശം 1 കപ്പോളം ക്യാബേജ് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുക, പിന്നെ കൂടെ തന്നെ പൊടികളൊക്കെ ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്തത്. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ 1/2 ടീസ്പൂണോളം ചേർത്ത്. അതിൻ്റെ വിഷ്വൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് ബോൺലെസ് പീസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെറുതെ ഫ്രൈങ് പാനിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചെറുതാക്കിയത് കാരണം പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. വേറെ ഒന്നുമല്ല, കുട്ടികൾക്ക് കഴിക്കാനുള്ള കാരണം കടിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ ആ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളുടെ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഡോഗ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ പരത്തി അത് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ്സിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പൂരി പോലെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ചെയ്താലും മതി. ഇതിപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ ആ ഫില്ലിങ് കുറേശ്ശെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് 2 അറ്റവും ഒരുപോലെ ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഈ ഒരു ഷേപ്പിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മളുടെ ഈ ഫില്ലിങ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് കോൺ പോലെ സമൂസ പോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണെങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം, നല്ല ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ടാവും ഈ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ. അപ്പോൾ ഇനി പുറത്തെ ഭാഗം മാത്രം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോൾ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ഫോളോ ചെയ്യുന്നതിനോടൊപ്പം സീ ഫെസ്റ്റ് എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാതാവുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അപ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.